പ്രിയപ്പെട്ടവരെ, ലോകത്ത് ചില രാജ്യങ്ങളിലൊക്കെ ക്രൈസ്തവ വിശ്വാസികളുടെ എണ്ണം കുറഞ്ഞു പോയിട്ടുണ്ട്. അതിലൊന്ന് കേരളമാണ് കേട്ടോ. നമ്മുടെ എണ്ണം കുറഞ്ഞു പോയിട്ടുണ്ട്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ദൈവത്തിൻ്റെ രണ്ട് കൽപ്പനകൾ ലംഘിച്ചു. ആദ്യത്തെ കൽപ്പന എന്തായിരുന്നു? പെരുകി ലോകം കീഴടക്കുക എന്നുള്ളതായിരുന്നു. പെരുകി ലോകം കീഴടക്കുക, അതായത് മക്കളെ ജനിപ്പിച്ച് ലോകം കീഴടക്കാനുള്ളതായിരുന്നു. നമ്മളത് ഒരു തലമുറ മുമ്പ് വരെയുള്ള നമ്മുടെ അമ്മമാരെല്ലാം ഒത്തിരി മക്കളെ ജനിപ്പിച്ചു. അതുകൊണ്ടാണ് നമ്മളുടെ എണ്ണം പെരുകിയത്. പക്ഷേ ഇപ്പോഴത്തെ ന്യൂജൻ അമ്മമാർ മക്കളെ അങ്ങനെ ജനിപ്പിക്കാൻ വിസമ്മതിക്കുന്നത് കൊണ്ട് വളരെ ചുരുങ്ങിപ്പോയി നമ്മുടെ സമൂഹം. എന്തൊരു നാണക്കേടല്ലേ. പക്ഷേ രണ്ടാമത്തെ കൽപ്പന എന്തായിരുന്നു? ലോകമെങ്ങും പോയി സുവിശേഷം പറയാനായിരുന്നു. നമ്മൾ അതിൽ ലംഘിച്ചു. പിന്നെ എങ്ങനെ കർത്താവ് നമ്മളെ സഹായിക്കും? ഈ രണ്ട് മാർഗങ്ങളും നമ്മൾ ലംഘിച്ചു. ലോകമെങ്ങും പോയി സുവിശേഷം പറയാൻ നമ്മൾ തയ്യാറാകാത്തതിൻ്റെ കാരണം എന്താ? പേടിയാ. നമ്മൾ സുവിശേഷം പറഞ്ഞാൽ മറ്റുള്ളവർ എന്നാ വിചാരിക്കും, അതാണ്. ഞാൻ ഈ ചെറുപ്പക്കാർ പിള്ളേരുടെ അടുത്തൊക്കെ ചെന്ന് ചോദിക്കും, മക്കളെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവർ കൈവെക്കുക. എല്ലാവരും കൈവെക്കും. എന്നിട്ട് ഞാൻ ചോദിക്കും, നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഒരു ബൈബിൾ വാക്യമെങ്കിലും ഇതുവരെ ടൈപ്പ് ചെയ്തിട്ടുള്ളവർ കൈവെക്കുക. സൈലന്റ് വാലിയിലെ കുരങ്ങന്മാരെ പോലെ 5-6 പേര് മാത്രം കൈവെക്കും. വംശനാശം വന്നുപോയി അങ്ങനെ ബൈബിൾ വാക്യങ്ങൾ എഴുതിയിടുന്നത്. അവരെല്ലാം ബൈബിൾ വാക്യമൊക്കെ എഴുതിയിടുന്നത് മോശം, ബൈബിൾ വാക്യമൊക്കെ എഴുതിയിടുന്നത് മോശമല്ലേ. അതാണ് നമ്മുടെ ഒരു ചിന്ത. നമ്മൾ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നില്ല, പ്രഘോഷിക്കാൻ ധൈര്യം കാട്ടുന്നില്ല. അതുകൊണ്ട് സംഭവിച്ചതെന്താ? ആരും സുവിശേഷം അറിയുന്നില്ല. ഇന്ത്യയിൽ 2.3% നമ്മുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? സുവിശേഷം പറയാൻ ധൈര്യമില്ലാത്ത ആൾക്കാരായിട്ട് നമ്മൾ മാറി. കർത്താവിന് ആളെണ്ണം അധികമൊന്നും വേണ്ട ഈ ലോകത്തെ സ്വാധീനിക്കാൻ. 12 പേരെ കൊണ്ടാണ് 2.6 ബില്യൺ ആൾക്കാരിലേക്ക് തമ്പുരാൻ എത്തിയതെങ്കിൽ നമ്മൾ ധാരാളമാണ്. സുവിശേഷം പറയുന്നവരാണെങ്കിൽ നമ്മൾ ധാരാളമാണ് ഈ ലോകത്തെ മുഴുവൻ സുവിശേഷവൽക്കരിക്കാൻ. പക്ഷേ നമ്മൾ സുവിശേഷം പറയാൻ ധൈര്യമില്ലാത്ത ആൾക്കാരായിട്ട് മാറി. ഇപ്പോൾ ദൈവവിളികളുടെ കുറവിനെ കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ വലിയ ബോധ്യം, ദൈവവിളികളുടെ കുറവല്ല പ്രശ്നം. ദൈവവിളി സ്വീകരിച്ചവർ സുവിശേഷം പറയാൻ തയ്യാറാകാത്തതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ച. ദൈവവിളി സ്വീകരിച്ചവര് വചനം പറയാൻ തയ്യാറാകുന്നില്ല, സുവിശേഷം പ്രഘോഷിക്കാൻ തയ്യാറാകുന്നില്ല. വളരെ സുരക്ഷിതമായ ഇടങ്ങളിൽ മാത്രം നാം സുവിശേഷം പറയുന്നു. മാമോദീസ വെള്ളം തലേ വീണ എല്ലാവരും ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം പറയാൻ വിളിക്കപ്പെട്ടവരാണെങ്കിലും നമ്മൾ ആരോടും പറയുന്നില്ല. കാരണം പേടിയാണ്. മറ്റുള്ളവർ എന്നാ വിചാരിക്കും? മനുഷ്യനെ പേടിച്ചിരിക്കുകയാണ്. മനുഷ്യനെ പേടിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ലോകത്തെ സ്വാധീനിക്കാനായിട്ട് സാധിക്കുന്നില്ല. തിമോത്തേയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ മെത്രാനായ തിമോത്തേയോസിനോട് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, പേടിച്ചിരിക്കേണ്ടവനല്ല നീ. ദൈവം നമുക്ക് നൽകിയത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവരും ഒരുമിച്ച് പറയാം, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ശക്തിയുടെ ആത്മാവിനെയാണ്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. ഭയപ്പെട്ടിരിക്കുകയാണ് നമ്മൾ, മറ്റുള്ളവരെ ഭയപ്പെട്ടിരിക്കുകയാണ്. അവിടെ യെശയ്യായുടെ പുസ്തകം 8-ാമത്തെ അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് ഈ ജനത്തെ ഭയപ്പെടരുതെന്ന് പ്രവാചകനോട് പറയുന്നുണ്ട്. ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതുകയോ, ഈ ജനം ഭയപ്പെടുന്നതിനെ ഭയപ്പെടുകയോ ചെയ്യരുത്, പരിഭ്രമിക്കുകയും അരുത്. സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതുവിൻ, അവിടുത്തെ ഭയപ്പെടുവിൻ. ദൈവത്തെ നിങ്ങൾ ഭയപ്പെടണം, മനുഷ്യനെ പേടിക്കരുത്. എവിടെയെല്ലാം സഭയ്ക്ക് തകർച്ചയുണ്ടോ തളർച്ചയുണ്ടോ അതിൻ്റെ കാരണം സഭയുടെ നേതൃത്വം എന്നെങ്കിലും ജനത്തെ ഭയപ്പെട്ടെങ്കിൽ
അവിടെ സഭ തളർന്നു പോയിട്ടുണ്ട്. ദൈവത്തെ ഭയപ്പെട്ടിടത്ത്, ധീരതയോടെ സാക്ഷ്യം കൊടുത്തിടത്തെല്ലാം സഭ വളർന്നിട്ടുണ്ട്. അവിടെ രക്തസാക്ഷിത്വം ഉണ്ടായിട്ടുണ്ടായിരിക്കാം, പക്ഷേ അവിടെയെല്ലാം സഭ വളർന്നിട്ടുണ്ട്. നമ്മുടെ 2 സിസ്റ്റേഴ്സ് ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ വർഷം അവർ ജയിലിൽ അടയ്ക്കപ്പെട്ടു. അവർ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിലെല്ലാം അവർ വിചാരണ ചെയ്യപ്പെട്ടു. പക്ഷേ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് ആയിരക്കണക്കിന് ക്രൈസ്തവർ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ട ആ പട്ടണത്തിൽ വലിയൊരു ക്രിസ്മസ് റാലി നടത്തി. അതാണ് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ധൈര്യത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയത്. നമ്മൾ ജനത്തെ പേടിക്കരുത്. ജനത്തെ പേടിക്കുന്നിടത്ത് പാളിച്ചകൾ തുടങ്ങും, ജനത്തെ പ്രീതിപ്പെടുത്താനായിട്ട് തുടങ്ങും, ജനം പറയുന്ന വഴിയിലൂടെ പോകും. അഹറോന് പറ്റിയ അപകടം, അഹറോൻ ജനത്തെ ഭയപ്പെട്ടു. അതുകൊണ്ടെന്താ, അവരുടെ സ്വർണം ഉരുക്കിയെടുത്ത് കാളക്കുട്ടി എന്ന വിഗ്രഹത്തെ ഉണ്ടാക്കി അവർക്ക് ആരാധിക്കാൻ കൊടുക്കേണ്ടി വന്നു. അഹറോൻ ദൈവത്തെക്കുറിച്ച് ഓർത്തില്ല. ജനത്തിൻ്റെ സമ്മർദ്ദം വല്ലാണ്ടായപ്പോൾ ജനം കൊണ്ടുപോയ വഴിയിലൂടെ അഹറോൻ നടന്നു. എന്തോ ഒരു വലിയ ദൈവകോപമാണ് അവരുടെ മേലുണ്ടായത്. പിന്നീട് ആ ദൈവകോപത്തിൽ നിന്ന് മോശ ദൈവത്തെ പിന്തിരിപ്പിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവൻ, വിശ്വാസി ജനത്തെ അല്ല ഭയപ്പെടേണ്ടത്, ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത്. സുഭാഷിതങ്ങൾ 29-25 നമ്മൾ വായിക്കുന്നു. സുഭാഷിതം 29-25, മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. കർത്താവിൽ വിശ്വാസമർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ. സഭയൊരു ജനാധിപത്യമാണ്. ജനങ്ങൾ പറയുന്നത് പോലെയാണ് സഭാധികാരികൾ ചെയ്യേണ്ടത് എന്നെല്ലാമുള്ള വാദഗതികൾക്ക് വലിയ ഒരു പ്രചരണം കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ മറക്കരുത്, മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത്. 100 പേര് നിന്നെ എതിർത്താലും നിന്റെ കൂടെ ഒരാളെ ഉള്ളെങ്കിലും നീ കർത്താവ് പറയുന്നതാണ് പറയേണ്ടത്. ജനം കേൾക്കാൻ ആഗ്രഹിക്കുന്നതല്ല, കർത്താവ് നിന്നോട് പറയുന്നതേ നീ പറയാവുള്ളൂ. ഞാൻ ഈ അടുത്ത നാളിൽ ഒരു സഭാപിതാവ് പറഞ്ഞതായിട്ട് വായിക്കുകയുണ്ടായി. നമ്മൾ ഇന്ന് 2.6 ബില്യൺ ആൾക്കാരുണ്ട് ക്രിസ്ത്യാനികൾ. 12 ശിഷ്യന്മാരിൽ നിന്നാണ് തുടങ്ങിയത്. അദ്ദേഹം പറയുകയാണ്, നമ്മൾ വീണ്ടും ആ 12 പേരിലേക്ക് ചുരുങ്ങിയാലും സത്യവിശ്വാസം കൈവിടരുത്. ആ 12 പേരിലേക്ക് നമ്മൾ ചുരുങ്ങിയാലും സത്യവിശ്വാസം കൈവിടരുത്. എത്ര ശക്തമായ വാക്യമാണത്. നമ്മൾ വെറും 12 പേരായിട്ട് ക്രിസ്ത്യാനികൾ ഈ ലോകത്ത് ചുരുങ്ങിയാലും ദൈവം നിന്നോട് പറയാൻ ആവശ്യപ്പെടുന്നത് നീ പറയാതിരിക്കരുത്. ജനം തെളിച്ച വഴിയിലൂടെ പോയിടത്തൊക്കെ പ്രവാചകൻ വഴിതെറ്റി വീണു. ദൈവം തെളിച്ച വഴിയിലൂടെ പോയപ്പോൾ അവൻ പീഡനമേൽക്കേണ്ടി വന്നെങ്കിലും അവന് ദൈവത്തിന് സാക്ഷ്യം കൊടുക്കാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ജനത്തെ ഭയപ്പെടുന്ന ഒരവസ്ഥ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ മറ്റൊരു വലിയ പേടി പരാജയമാണ്. പരാജയപ്പെടുമോ എന്നുള്ള പേടിയാണ്. പരാജയങ്ങളെ പേടിച്ച് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത ആ ഒരു സമൂഹം. ഞാൻ എപ്പോഴും ക്രിസ്ത്യാനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവരെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നാറുണ്ട്. നല്ല ധൈര്യമുള്ള മനുഷ്യരായിരുന്നു ക്രിസ്ത്യാനികൾ. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ പഴയ തലമുറ നല്ല ധൈര്യമുള്ള മനുഷ്യർ. കൃഷിയുടെ കാര്യത്തിൽ, അതുപോലെ കച്ചവടത്തിൻ്റെ കാര്യത്തിൽ നല്ല ധീരമായ ഒരു സംസ്കാരം കെട്ടിപ്പടുത്ത ഒരു ജനത, സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്ന ഒരു സമൂഹമായിരുന്നു നമ്മൾ ഒരു കാലത്ത്. നല്ല ധൈര്യമുള്ള ഒരു ജനത. ഞാൻ ആലപ്പുഴ പ്രദേശത്ത് ജോലി ചെയ്യാനായിട്ടിടയായ കാലഘട്ടങ്ങളിൽ മീൻ പിടിക്കാനായിട്ട് പോകുന്ന മത്സ്യത്തൊഴിലാളികളായ നമ്മുടെ കത്തോലിക്ക സഹോദരങ്ങളെ കണ്ടിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴാണ് ബോട്ടിലൊക്കെ ഇവർ 2 ആഴ്ചയൊക്കെ ആഴക്കടലിൽ പോയി കിടക്കുന്നതാണ് മത്സ്യബന്ധനം നടത്തുന്നത്. ആഴക്കടലിൽ 5-6 പേര് 2 ആഴ്ച ഒരു സ്റ്റൗവും കുറച്ച് അരിയും കുറച്ച് വെജിറ്റബിളും എല്ലാമായിട്ട് അവരങ്ങ് പോവുകയാണ്. അവിടെ ഭക്ഷണമൊക്കെ കുക്ക് ചെയ്ത് ഈ വള്ളത്തിനകത്ത് ആഴക്കടലിൽ പോയി കിടക്കാൻ
എന്നാ ധൈര്യം വേണോ ഈ മനുഷ്യൻ, എന്തൊരു ധൈര്യം വേണം. നമുക്കാണെങ്കിൽ തൊട്ട അയലോക്കത്തെ മുറിയിൽ ആളുണ്ടായിട്ട് ഇപ്പുറത്ത് കിടന്നിട്ട് പേടിയാ, ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ്. അങ്ങനെ ഉള്ളപ്പോഴാണ് ആഴക്കടലിൽ പോയി കിടന്നുറങ്ങണമെങ്കിൽ, ബോട്ടെ കിടന്നുറങ്ങണമെങ്കിൽ എന്തൊരു ധൈര്യമായിരിക്കും മനുഷ്യൻ. അതുപോലെ കായലിൽ വെള്ളം വറ്റിച്ചെടുത്ത്, അത് പഴയ കാലത്ത് വെള്ളം വറ്റിച്ചെടുത്തിട്ട് അവിടെ കൃഷി ചെയ്ത പാർട്ടികളാണ് നമ്മൾ. എന്നാ ധൈര്യമായിരുന്നു, നല്ല ധൈര്യമുള്ള മനുഷ്യരായിരുന്നു. ഇപ്പോൾ ഒരു മത്സര പരീക്ഷ പോലും എഴുതാൻ ധൈര്യമില്ലാത്ത കുറേ മക്കളെ നമ്മൾ വളർത്തി വിടുന്നുണ്ട്. കാരണം എന്നാ, കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കത്തില്ല, ഒന്നും ചെയ്യിക്കത്തില്ല. അവസാനം അവനെ പേടിയാ, പരാജയപ്പെടുമോ എന്ന് പേടിയാണ്. അവനാകപ്പാടെ അറിയാവുന്ന 4 തൊഴിലുണ്ട്. ക്രിസ്ത്യാനിക്ക് അറിയാവുന്ന 4 തൊഴിലുണ്ട്. ഒന്ന് ഡോക്ടർ, ഒന്ന് എൻജിനീയർ, ഒന്ന് നേഴ്സ്, ഒന്ന് ടീച്ചർ. തീർന്നു, അവൻ്റെ എല്ലാ പരിപാടിയും തീർന്നു. വേറെ ഒന്നും ചെയ്യാൻ അവനോട്ട് അറിയത്തുമില്ല, ഒന്നുമില്ല. നമ്മളിങ്ങനെ ധൈര്യമില്ലാത്ത കുറേ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കൂടുതലും അമ്മമാരെയാണ് ഞാൻ കാണുന്നത്. നിങ്ങളെന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ പൊക്കോളാം 3 മണിയാകുമ്പോൾ. ധൈര്യമില്ലാത്ത കുറേ പിള്ളേരെ ഒരു ജോലിയും ചെയ്യിക്കത്തില്ല. ചില ആൺപിള്ളേരൊക്കെ ഒരു ആൺകുട്ടിയൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 പെൺപിള്ളേർ കഴിഞ്ഞ് ഒരു ആൺകുട്ടിയൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ അയ്യോ വലിയ നൊബേൽ സമ്മാനം കിട്ടിയ സന്തോഷമാണ്, വലിയ ട്രോഫി കിട്ടിയ സന്തോഷമാണ്. എന്നിട്ടോ ആ ആൺകൊച്ചിനെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കത്തില്ല, അവനെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കത്തില്ല. അവനെ ഇങ്ങനെ ലാളിച്ച് അങ്ങനെ വളർത്തുകയാണ്. അവസാനം അവനൊന്നും അറിയത്തില്ല. അവന് കാശ് കിട്ടിയാൽ അത് ചെലവാക്കാൻ അറിയാവുന്നല്ലാതെ 5 പൈസ പോലും ഉണ്ടാക്കാൻ അവൻ അറിയത്തില്ല. ഒരു ഉത്തരവാദിത്വം ചെയ്യാൻ അവൻ അറിയത്തില്ല. ഞാനൊരു മാതാപിതാക്കളുടെ ഒരു സമ്മേളനത്തിൽ ചെന്നിട്ട് ചോദിച്ചു, മക്കളെ കൊണ്ട് സ്വന്തം തുണി കഴുകിക്കുന്ന എത്ര മാതാപിതാക്കൾ അവിടെയുണ്ട്? വളരെ കുറച്ച് പേരെ കൈപൊക്കിയുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളോട് കൈവക്കാനൊന്നും പറയുന്നില്ല, എനിക്കൊരു സമാധാനമായിട്ട് പോകാമല്ലോ. മക്കളെ കൊണ്ട് സ്വന്തം തുണി കഴിക്കുന്ന മാതാപിതാക്കൾ എത്രയുണ്ട്? കാണുകയില്ല. കാരണം എന്നാ, എൻ്റെ പിതാവേ, ഞങ്ങൾക്ക് ആകപ്പാടെ 2 ഉള്ളൂ, അതുങ്ങളുടെയൊക്കെ തുണി കഴുകാനുള്ള സമയം എനിക്കുണ്ട്, കൊച്ചിരുന്ന് പഠിച്ചോട്ടെ. കൊച്ചിന് എത്ര വയസ്സായി? 26 വയസ്സായി കൊച്ചിന്. ഇപ്പം നിങ്ങൾ പറയും 54 വയസ്സുള്ള ഈ തറയിൽ പിതാവ് ചെറുപ്പക്കാരനാണെന്നാണ് എറമ്പിലച്ചൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ 26 വയസ്സുള്ളത് കൊച്ചാന്ന് പറയുന്നതിന് ഇപ്പോൾ എന്നാ കുഴപ്പമെന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും. അതാണ്, നമ്മൾ അവരെയൊന്നും വളരാൻ സമ്മതിക്കുന്നില്ല. എൻ്റെ കൊച്ചായിട്ടിരിക്കുകയാണ്. അതാണ്, നമ്മൾ മക്കളെ നല്ല ധൈര്യമുള്ളവരായിട്ടൊന്നും വളർത്തുന്നില്ല. പേടിയാണ്. എന്നിട്ട് ഈ പിള്ളേർക്ക് പേടിയാ, പരാജയപ്പെടുമോ എന്ന് പേടിയാ. ഇപ്പോൾ ഈ പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുറേ പിള്ളേരുണ്ട് വീട്ടിൽ ഇരുന്ന്. അതുങ്ങൾക്ക് ജയിക്കുമോ എന്നല്ല പേടി, തോറ്റുപോകുമോ എന്നാ പേടി. അതാണ്, അതും പേടിച്ചോണ്ടായിരുന്നു പഠിക്കുന്നത്. പിന്നെ എങ്ങനെ ജയിക്കുന്നു? ആരോ പറഞ്ഞ പോലെ 150 പേജുള്ള പുസ്തകത്തിലെ 100 പേജ് പഠിച്ചു, 50 പേജ് പഠിക്കാനുണ്ട്. ഈ കൊച്ച് ഓർത്തിരിക്കുന്ന മുഴുവൻ എന്നതാ? പഠിക്കാനുള്ള 50 പേജാണ്. പഠിച്ച 100 പേജിനെ കുറിച്ച് ഓർത്തിരുന്നെങ്കിൽ അതെങ്കിലും എഴുതി ജയിച്ചാൽ. അയ്യോ 50 പേജ് പഠിച്ചില്ലേ എന്നോർത്ത് അവസാനം പഠിച്ച 100 പേജും കൂടെ മറന്നുപോയി. അതാണ് സംഭവിക്കുക. എന്ന് പറഞ്ഞാൽ പരാജയങ്ങളെ ഭയപ്പെടുകയാണ്. കർത്താവ് കൂടെ ഉള്ളപ്പോൾ ഒരു ഗുണം എന്നാണെന്നറിയാമോ? നമ്മളങ്ങനെ പരാജയങ്ങളെ ഒന്നും പേടിക്കുകയില്ല. നമുക്ക് നല്ല ധൈര്യമാണ്, ജീവിക്കാനായിട്ട് നല്ല ധൈര്യമാണ്.